കോഴിക്കോട് താമരശ്ശേരി ലഹരിക്കടിമ യുവാവിന്റെ പരാക്രമ വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. സ്കൂളിലേക്ക് പോകാനിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തൂമ്പ വീശുകയായിരുന്നു യുവാവ്. ഇയാളെ നാട്ടുകാർ കെട്ടിയിട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും യുവാവ് കിക്കിലായിരുന്നു. ലഹരിക്കടിമയായ മകൻ ക്യാൻസർ രോഗിയെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് 2025 അതും താമരശ്ശേരി മേഖലയിൽ. ലഹരിത്തിളപ്പിൽ ഭാര്യയെ കുത്തിക്കുന്നതും ഇതേ മേഖലയിലാണ്. താമരശ്ശേരി കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സജീവമാകുന്നു എന്നതിൽ പോലീസ് ഇടപെടൽ ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. പുതുപ്പാടി പഞ്ചായത്തിലെ കാക്കവയലിലാണ് സംഭവത്തിന്റെ തുടക്കം. കാക്കവയൽ സ്വദേശി വട്ടപ്പറമ്പിൽ നിഷാദാണ് നാട്ടുകാർക്ക് നേരെ പരാക്രമം നടത്തിയത്. രാവിലെ ബസ്സിൽ കയറാനായി റോഡരികിൽ നിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ നിഷാദ തൂമ്പ വീശുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുട്ടികൾ ബഹളം വെച്ചതോടെ പിതാവെത്തി. പിതാവിനെയും ഇയാൾ ആക്രമിച്ചു. ചാമപ്പുരയിൽ റഷീദിനാണ് പരിക്കേറ്റത്. റഷീദിന്റെ തലയ്ക്ക് തൂമ്പ കൊണ്ട് അടിക്കാൻ നോക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞ റഷീദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമിയെ കൈകാലുകൾ കെട്ടിയിട്ട് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിക്കകത്തും ഇയാൾ പലതവണ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡോക്ടർമാർക്കും മറ്റു രോഗികൾക്കും നേരെ പാഞ്ഞെടുത്തു. പിന്നീട് പോലീസ് എത്തി ആംബുലൻസിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഏറെക്കാലം വിദേശത്തായിരുന്ന നിഷാദ MDMA ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണെന്നും ഏതാനും വർഷം മുമ്പ് നാടൻ വാറ്റുമദ്യവുമായി കയ്യോടെ പിടിക്കപ്പെട്ടിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവര് എന്നെ തൂമ്പ് വെച്ചിട്ട് അടി അടിച്ചു. അപ്പൊ ഞാൻ കൈകൊണ്ട് പെട്ടെന്ന് എടുത്ത് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നാട്ടുകാരെ മൊത്തം അവനെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ശേഷം അറിയാം. കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വന്ന് കൂടിയതാണെന്നാണ് പറയുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പം 3 മാസമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ 3 മാസത്തിന്റെ ഇടയിൽ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ക്രൂരകൃത്യങ്ങളിലൂടെയും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് താമരശ്ശേരി. 2025 ജനുവരി 18 താമരശ്ശേരിയിൽ നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത്. ലഹരിക്കടിമയായ മകൻ ക്യാൻസർ ബാധിതയായ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. അയൽ വീട്ടിൽ നിന്നും വെട്ടുകത്തി വാങ്ങി വീട്ടിലെത്തിയ പൊട്ടിക്കൈ സ്വദേശി മുഹമ്മദ് ആഷിഖ ഉമ്മ സുബൈദയുടെ കഴുത്തിനും മുഖത്തും ആഞ്ഞു വെട്ടുകയായിരുന്നു. അരുങ്കുലയുടെ നടുക്കത്തിൽ നിന്ന് മുക്തരാകും മുമ്പേ താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയും നാട് മറന്നിട്ടില്ല. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് പ്രതിയായ പുതുപ്പാടി സ്വദേശി യാസർ ഭാര്യ ഷിബിലയെ കുത്തിയത്. തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനയെയും യാസർ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോലീസിനെ കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങി മരിച്ച ഷാനിദും താമരശ്ശേരി മൈക്കാവ് സ്വദേശിയാണ്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളിൽ അധികവും MDMA കേസുകളാണ്. കർണാടകയിൽ നിന്നാണ് രാസലഹരി താമരശ്ശേരിയിലേക്ക് ഒഴുകുന്നതെന്നാണ് നിഗമനം. 24 കോഴിക്കോട്. ലഹരി എന്ന വിപത്ത് എത്രത്തോളം വിനാശം വരുത്തുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ആ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉണ്ടായ ഇത്തരം സംഭവങ്ങൾ. 2 കൊലപാതകങ്ങൾ, ഏറ്റവും ഒടുക്കം ഇതാ കുട്ടികൾക്ക് നേരെ തൂമ്പ വീശ അടക്കമുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.